മഞ്ഞിൽ ഒരു സ്കേറ്റർ കറങ്ങുന്നത് നോക്കിയാൽ മതി. കൈകൾ വിടർത്തി കറങ്ങുമ്പോൾ സ്പീഡ് കുറവായിരിക്കും. എന്നാൽ കൈകൾ ഉള്ളിലേക്ക് പിടിച്ച് കറങ്ങി നോക്കിയാലോ വേഗത കൂടും. ഇതുതന്നെയാണ് ഭൂമിയുടെ കാര്യത്തിലും സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ധ്രുവപ്രദേശത്തു നിന്ന് മഞ്ഞുരുകി വെള്ളമെല്ലാം ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നു. ഭൂമിയുടെ മാസ് ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് ദൂരെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. അതായത് സ്കേറ്റർ കൈ വിടർത്തി കറങ്ങുമ്പോഴുണ്ടായതിന് സമാനമായ സാഹചര്യം. ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറയുന്നു. പല വർഷങ്ങളിലും നാം സമയത്തിൽ സെക്കൻഡ് കൂട്ടിച്ചേർക്കാറുണ്ട്. 2016 ഡിസംബർ 31 ഇങ്ങനെ ഒരു സെക്കൻഡ് എക്സ്ട്രാ വന്നിരുന്നു. ഇങ്ങനെ എക്സ്ട്രാ ചേർക്കുന്ന സെക്കൻഡിനെ ലീപ് സെക്കൻഡ് എന്നാണ് പറയാറ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭൂമിയുടെ ഭ്രമണവേഗത കൂടി. ഭൂമിയുടെ കാമ്പിലെ മാറ്റങ്ങളായിരുന്നു കാരണം. അതോടെ 2026 നമ്മുടെ ക്ലോക്കുകളിൽ നിന്ന് ഒരു സെക്കൻഡ് കുറയ്ക്കുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ വാദം. എന്നാൽ മഞ്ഞുരുകലും ഭൂമിയുടെ ഭ്രമണവേഗത കുറഞ്ഞതിനാലും അത് 2029 മതിയാകുമെന്നാണ് പഠനം പറയുന്നത്. നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്നാണ് ഇങ്ങനെ കുറയ്ക്കപ്പെടുന്ന സെക്കൻഡിനെ പറയുന്നത്. നാളിതുവരെ ഒരു നെഗറ്റീവ് ലീപ് സെക്കൻഡ് കൂട്ടിച്ചേർക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താകുമെന്ന് മുൻവിധിയില്ലെന്നും വിദഗ്ധർ പറയുന്നു. അങ്ങനെ വന്നാൽ എന്താണ് പ്രശ്നമെന്ന് തോന്നുന്നുണ്ടോ? സെക്കൻഡുകളുടെ കൃത്യതയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്, GPS തുടങ്ങിയ സംവിധാനങ്ങളിൽ ഗ്ലിച്ചസ് അഥവാ തകരാറുകൾ സംഭവിച്ചേക്കാം. ഈ മഞ്ഞുരുകലും പ്രശ്നങ്ങളുമെല്ലാം നാം മനുഷ്യർ വരുത്തി വെച്ചതാണെന്ന് ഓർക്കണം. ആഗോളതാപനത്തിന്റെ ഭവിഷ്യത്ത് എന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണിത്. ഉയരുന്ന സമുദ്രനിരപ്പ് തീരദേശ മേഖലയെ കഷ്ടത്തിലാക്കും. നിരവധി പേർക്ക് വീട് വിട്ടൊഴിയേണ്ടി വരും. അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ, പ്രളയം, വരൾച്ച ഇവയൊക്കെ മനുഷ്യജീവിതത്തിൽ വില്ലനായി മാറും. ബംഗളൂരുവിലെ വരൾച്ച നമുക്ക് മുന്നിൽ പാഠമായുണ്ട്. പല ജീവിവർഗങ്ങളും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. നമ്മുടെ ചെയ്തികളുടെ ഫലം നമ്മെ തേടി എത്തുകയാണ്. ഭൂമിയെ സംരക്ഷിക്കാൻ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ.